ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 9th ചാപ്റ്റർ 6 ലൈൻസ് ആൻഡ് ആംഗിൾസിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് നോക്കാനുള്ളത് വാട്ട് യു മീൻ ബൈ ലൈൻ സെഗ്മെൻറ്റ്, റേ, ദെൻ കൊലീനിയർ ആൻഡ് നോൺ കൊലീനിയർ പോയിൻറ്റ്സ്. അപ്പോൾ എന്താണ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് പാത്ത് ഓൺ എ പ്ലെയിൻ ദാറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ഓൺ ബോത്ത് ഡയറക്ഷൻ വിത്ത് നോ എൻഡ് പോയിൻറ്റ്സ്. അതായത് ഒരു പ്ലെയിനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അതായത് രണ്ട് എൻഡ് പോയിൻറ്റ്സ് ഒന്നുമില്ല. ദാറ്റ് ഈസ് ഇത് ഇൻഫിനിറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാത്ത്, സ്ട്രെയിറ്റ് പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് പാത്ത് ഓൺ എ പ്ലെയിൻ ദാറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ഓൺ ബോത്ത് ഡയറക്ഷൻ വിത്ത് നോ എൻഡ് പോയിൻറ്റ്സ്. എൻഡ് പോയിൻറ്റ്സുകളില്ലാതെ രണ്ട് ഡയറക്ഷനിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് പാത്തിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ രണ്ട് എൻഡ് പോയിൻറ്റ്സിലും ആരോസ് കൊടുക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ള എന്താണ് ലൈൻ സെഗ്മെൻറ്റ് എന്നുള്ളതാണ്. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. അതിന് രണ്ട് എൻഡ് പോയിൻറ്റ്സ് കാണും. അതായത് രണ്ട് എൻഡ് പോയിൻറ്റ്സ് ഉള്ള ലൈനിൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൈൻ സെഗ്മെൻറ്റ് പറയുമ്പോൾ അവിടെ നമ്മൾ ആരോസ് ഒന്നും കൊടുക്കാറില്ല. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ് റേ എന്നുള്ളതാണ്. അപ്പോൾ റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ലൈൻ സെഗ്മെൻറ്റ് ദാറ്റ് എക്സ്റ്റെൻഡ് ഇൻഫിനിറ്റ്ലി ഇൻ വൺ ഡയറക്ഷൻ. അതായത് ഒരു ഡയറക്ഷൻ, ഒരു എൻഡ് പോയിൻറ്റും അടുത്ത ഒരു ഡയറക്ഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. ഒരു എൻഡ് പോയിൻറ്റും കാണും, മറ്റേ ഡയറക്ഷനിലോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് എ ലൈൻ ദാറ്റ് ഹാസ് വൺ എൻഡ് പോയിൻറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ റേ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പം ഒരു എൻഡ് പോയിൻറ്റും കാണും, ഒരിടത്ത് നമ്മൾ ആരോ കൊടുക്കുകയും വേണം. ഇപ്പം നമ്മളിതിൻ്റെയൊക്കെ നൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഇപ്പം നമുക്ക് നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ എ ബിയുടെ നൊട്ടേഷൻ, ലൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് മുകളിൽ ഇങ്ങനെ ആരോ സിമ്പിൾ കൊടുക്കുക. അടുത്ത ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ബി എന്ന് ഇട്ടിട്ട് ഒരു ലൈൻ വരയ്ക്കും. റേ ആണെങ്കിൽ നമ്മൾ എ ബി എന്നിടുക, ഇങ്ങനെ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം പോയിൻ്റ് ചെയ്യുന്ന ആരോ വരയ്ക്കുക. ഇതാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള എന്താണ് കൊലീനിയർ ആൻഡ് നോൺ കൊലീനിയർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു 3 പോയിൻറ്റ്സ് എടുക്കുകയാണ്. ഇപ്പോൾ എ, ബി, സി. ഈ 3 പോയിൻറ്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ലൈ ചെയ്ത് വന്നാൽ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അകത്ത് ഈ 3 പോയിൻറ്റ്സും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 പോയിൻറ്റ്സും കൊലീനിയർ പോയിൻറ്റ്സ് എന്ന് പറയാം. കൊലീനിയർ പോയിൻറ്റ്സ് ആവണമെങ്കിൽ 3 പോയിൻറ്റ്സും ഒരു സെയിം സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ലൈ ചെയ്ത് വരണം. ഇനി നോൺ കൊലീനിയർ മീൻസ് അങ്ങനെ വരാത്ത കേസ് എന്ന് വെച്ചാൽ 3ഉം ഒരേ ലൈനിൽ വരാത്ത കേസിനെയാണ്, വരാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻറ്റ്സിനെ നോൺ കൊലീനിയർ പോയിൻറ്റ്സ് എന്ന് പറയാം. ഇനി അടുത്ത് നമുക്ക് ആംഗിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ആംഗിൾസ് മെയിനായിട്ട് 5 ടൈപ്സ് ഓഫ് ആംഗിൾസ് നമ്മൾ നോക്കുന്നുണ്ട്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 90 വരുന്ന ആംഗിൾസുകളെയാണ്, ലെസ് ദാൻ 90 ഡിഗ്രി വരുന്ന ആംഗിൾസിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ മീൻസ് 90 ഡിഗ്രി ആംഗിൾ, റൈറ്റ് ആംഗിൾ. ഒബ്റ്റ്യൂസ് മീൻസ് greater than 90 ആണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി സ്ട്രെയിറ്റ് ആംഗിൾ മീൻസ് 180 ഡിഗ്രി ആംഗിൾ. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിൾ എപ്പോഴും 180 ഡിഗ്രിയാണ്, അതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. റിഫ്ലെക്സ് ആംഗിൾസ് മീൻസ് greater than 180 ആൻഡ് ലെസ് ദാൻ 360. അതായത് ആംഗിൾ വിച്ച് ഈസ് greater than 180യും കാട്ടി ഗ്രേറ്ററും, എന്നാൽ എന്താണ്, ആൻഡ് ലെസ് ദാൻ 360 ഡിഗ്രി, 360 ഡിഗ്രിയും കാട്ടി ലെസ്സും ആയിട്ട് വരുന്ന ആംഗിൾസാണ് റിഫ്ലെക്സ് ആംഗിൾ. 180 ഡിഗ്രിയും കാട്ടി ഗ്രേറ്ററും എന്നാൽ 360യും കാട്ടി ലെസ്സുമായിട്ട് വരുന്ന ആംഗിൾസാണ് റിഫ്ലെക്സ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പെയേഴ്സ് ഓഫ് ആംഗിൾസ് ആണ്.
അതായത് നമുക്ക് മെയിനായിട്ട് കോംപ്ലിമെൻ്ററി പെയർസ് ഓഫ് അല്ലെ കോംപ്ലിമെൻ്ററി ആംഗിൾസ്, സപ്ലിമെൻ്ററി ആംഗിൾസ്, അഡ്ജസൻറ്റ് ആംഗിൾസ്, ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ എന്താണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് നോക്കാം. അതായത് രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു ആംഗിൾസ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ആംഗിൾസ് എടുത്ത്, ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, ഈ രണ്ട് പെയേഴ്സ്, ഈ രണ്ട് ആംഗിൾസ് നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ രണ്ട് ആംഗിൾസ് എക്സും വൈയും ഇവിടെ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാം. ഇനി എന്താണ് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾസിൻ്റെ സം, ഇതേ കണക്ക് ഞാൻ ഫസ്റ്റ് ആംഗിൾ എക്സ് ആയിട്ടും സെക്കൻഡ് ആംഗിൾ വൈ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ആ ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാം. ഇനി അടുത്തത് നോക്കാൻ പോകുന്ന അഡ്ജസൻറ്റ് ആംഗിൾസ്. അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഫിഗർ വരയ്ക്കാം. ഇത് എക്സ്, ഇത് വൈ. ഇവിടെ എക്സും വൈയും അഡ്ജസൻറ്റ് പെയേഴ്സ് അല്ലെങ്കിൽ അഡ്ജസൻറ്റ് ആംഗിൾസ് എന്നാണ് പറയുന്നത്. അതായത് അഡ്ജസൻറ്റ് ആംഗിൾസ് വരണമെങ്കിൽ രണ്ട് ആംഗിൾസിനും സെയിം ആയിട്ടുള്ളൊരു കോമൺ വെർട്ടെക്സ് വരണം. അത് കണക്ക് തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ആമും സെയിം ആയിരിക്കണം. രണ്ട് ആംഗിൾസ് അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന് പറയണമെങ്കിൽ രണ്ട് ആംഗിൾസിനും കോമൺ ആയിട്ടുള്ളൊരു വെർട്ടെക്സ് വരണം. ഇതാണ് ഇവിടുത്തെ കോമൺ വെർട്ടെക്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ട് ആംഗിൾസിനും കോമൺ ആയിട്ടൊരു ആം വരണം. അപ്പം ഞാനിതിപ്പോൾ എ ബി സി ഡി ആയിട്ട് കൊടുത്തു. ഇവിടെ എ സി എന്ന് പറയുന്ന ആം നമ്മുടെ ആംഗിൾ ഡി എ സിക്കും സി എ ബി ഈ രണ്ട് ആംഗിൾസിനും കോമൺ ആയിട്ടൊരു ആമുണ്ട്. അതേ കണക്ക് കോമൺ വെർട്ടെക്സ് ആണ് എ. ഇങ്ങനെ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ എക്സും വൈയും അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീനിയർ പെയർ വരണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ആംഗിൾസ് അഡ്ജസൻറ്റ് ആംഗിൾസ് ആയിരിക്കും. അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആംഗിൾസിനും കോമൺ ആയിട്ടൊരു ആം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് എ ബി സി ഡി. ഇവിടെ ബി സി എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിൻ്റെയും ഈ ഒരു ആംഗിളിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ആമാണ്. ബി എന്ന് പറയുന്നത് കോമൺ വെർട്ടെക്സ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം ഈ രണ്ട് ആംഗിൾസും അഡ്ജസൻറ്റ് ആംഗിളാണ്. ഇനി ആ അഡ്ജസൻറ്റ് ആംഗിൾ ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആയിട്ട് മാറണമെങ്കിൽ ഇത് രണ്ടിനും കോമൺ അല്ലാതെ വരുന്ന ആംസ്, നോൺ കോമൺ ആംസ് എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ നോൺ കോമൺ ആംസ് ബി ഡിയും ഇതിൻ്റെ നോൺ കോമൺ ആമാണ് എ ബി. ഈ രണ്ട് ആംസ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോം ചെയ്യുന്ന എക്സും വൈയും എന്ന് പറയുന്ന ആംഗിൾസ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയാം. അത് ലീനിയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് സപ്ലിമെൻ്ററി കൂടെ ആയിരിക്കണം. സപ്ലിമെൻ്ററി മീൻസ് അതിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയും കൂടെ ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയാം, ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ നോൺ കോമൺ ആയിട്ട് വരുന്ന ആംസ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ലൈ ചെയ്യണം. ആ ഒരു കേസിൽ ഫോം ചെയ്യുന്ന ഈ ആംഗിൾസ് എക്സും വൈയാണ് നമ്മൾ ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. പിന്നെ അതേ കണക്ക് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എപ്പോഴും സപ്ലിമെൻ്ററി ആണ്. അതായത് അതിൻ്റെ രണ്ടിൻ്റെയും ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് മീൻസ് രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്ത് വരയ്ക്കുക. ഇവിടെ ഫോം ചെയ്യുന്ന ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾസ് ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. സപ്പോസ് ഇത് എ ഇത് ബി ആണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലായ്പ്പോഴും ഈക്വലും കൂടെ ആയിരിക്കും. അതായത് എ ഈസ് ഈക്വൽ ടു ബി ആണ്. അതേ കണക്ക് ഇത് സി, ഈ ആംഗിൾ ഡി ആണെങ്കിൽ സി ഈസ് ഈക്വൽ ടു ഡി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആംഗിൾസാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും ഈക്വൽ കൂടി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പാരലൽ ലൈൻസ് ആൻഡ് ട്രാൻസ്വേഴ്സലാണ്. അതായത് എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്ന രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ സി ഡി പി ക്യു എന്ന് പറയുന്ന ഒരു ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പി ക്യു എന്ന് പറയുന്ന ലൈനിനെ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അവിടെ മെയിനായിട്ട് 4 ടൈപ്സ് ഓഫ് ആംഗിൾസ് ആണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾസ്, രണ്ടാമത്തത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്, മൂന്നാമത് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്, അടുത്തത് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. ഫസ്റ്റ് നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് നോക്കാം.
കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഓർക്കുക. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്യപ്പം നമുക്ക് എഫ് ഷേപ്പ് കിട്ടുന്ന, അതായത് എഫ് ഷേപ്പ് കിട്ടപ്പോൾ ഈ ഒരു ആംഗിളും ഈക്വലായിട്ട് വരും. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്യപ്പോൾ ഒരു എഫ് ഷേപ്പ്, എഫിൻ്റെ ആകൃതിയിൽ കാണും. അവിടെ നിന്നുകൊണ്ട് ഈ ഫോം ചെയ്യുന്ന ഈ കോണറും ഈക്വലായിട്ട് വരും. അതാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ നമ്മുടെ ഫിഗർ അനുസരിച്ച് ഇവിടെ നമുക്ക് സി, സപ്പോസ് ഇതിന് നമുക്ക് എം എന്നല്ല എടുക്കാം, ഇത് എൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ സി എം പി, ഈ ഒരു സി എം പി ഇതൊരു എഫ് ഷേപ്പാണ്. ഈ എഫ് ഷേപ്പിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഈ കോർണർ ആംഗിൾ അതായത് ആംഗിൾ എഫ് ഈക്വൽ ടു ആംഗിൾ എ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ ഫസ്റ്റ് ഈക്വൽ പെയർ എന്ന് പറയുന്നത് ആംഗിൾ എഫ് ഇസ് ഈക്വൽ ടു ആംഗിൾ എ. ഇനി ഇതേ രീതിയിൽ നമുക്ക് തിരിച്ചെടുക്കാം. ഈ ആംഗിൾ നമുക്ക് എ എൻ ക്യൂ ഇവിടെ ഒരു എഫ് ഷേപ്പാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ഡിയും ആംഗിൾ ജിയും ഈ രണ്ട് കോർണേഴ്സും, അതായത് ഇത് ഇങ്ങനെ വന്നിരിക്കുക. ഓക്കെ, ഇങ്ങനെ വരപ്പോൾ ഈ ഒരു ആംഗിൾ, അതാണ് ആംഗിൾ ഡി. അതേ കണക്ക് ഈ ഒരു ആംഗിൾ ജി, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ടാമത് ഈക്വലായിട്ട് പറഞ്ഞ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ജി. ഇതേ രീതിയിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡും അതേ കണക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബി എൻ ക്യൂ എന്ന് പറയുന്ന ആംഗിൾ എടുക്കുമ്പോൾ ആംഗിൾ സിയും ആംഗിൾ എച്ചും. ഇനി ഇതേ കണക്ക് നമുക്ക് തിരിച്ച് റിവേഴ്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഡി എം പി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ആംഗിൾ ഇയും ആംഗിൾ ബിയും. അപ്പോൾ 4 ആംഗിൾസ്, നമുക്ക് 4 പെയേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത് നമ്മൾ എടുക്കാൻ പോകുന്നത് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എച്ച്, നാലാമത്തത് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. അതായത് എഫ് നമുക്ക് ഈ ഒരു ഫോമിൽ എഫ് എടുക്കാനുണ്ട്, തിരിച്ചും എടുക്കാൻ പറ്റും. തിരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ 4 പെയേഴ്സാണ് നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ഒരു 2 പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്താൽ കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇസഡ് ആകൃതിയിൽ വരുന്നത്, ഇസഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ തന്നെ വരുന്നില്ല ഇതിൽ. അപ്പോൾ ഇസഡ് ഷേപ്പിൽ വരുന്ന ആംഗിൾസ് ആണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു കോർണറും ഈക്വലായിട്ട് വരും. സപ്പോസ് ഇത് എക്സ്, ഇത് വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. ഇത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പം നമുക്ക് അങ്ങനെ നോക്കപ്പോൾ ഇവിടെ നമുക്ക് ഇസഡ് ഷേപ്പ് വരുന്ന നോക്കി, എ എൻ എം ഡി ഇങ്ങനെ പോവുക, ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ആംഗിൾ ഡിയും ആംഗിൾ ഇയും ഈക്വലായിരിക്കും. ഓക്കെ, ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ഇ, ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ. ഇതേ രീതിയിൽ അപ്പം നമ്മൾ അടുത്ത ഇസഡ് ഷേപ്പ് നോക്കാൻ പോകുന്നത് ബി എൻ എം സി ആണ്. ഈ ഒരു ആംഗിൾ നമ്മൾ നേരത്തെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ തന്നെയാണ് വീണ്ടും കിട്ടുന്നത്. നമുക്ക് ബി എൻ എം സി ഇങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾ ഈ രീതിയിൽ ഒരു ഇസഡ് ഷേപ്പ് വരും. ഈ രീതിയിൽ ഇത് ബി, ഇത് എൻ, ഇത് എം, ഇത് സി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫോം ചെയ്യുന്ന ഈ ആംഗിളുമാണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആംഗിൾ സിയും ആംഗിൾ എഫും ആണ് നമുക്ക് ഈക്വലായിട്ട് വരുന്നത്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ എഫ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇസഡ് ഷേപ്പ് ഫോം ചെയ്യപ്പോൾ ഇത് ഇൻറ്റീരിയർ അകത്ത് വരുന്നത്, അതായത് 2 ആംഗിൾസ് ഇങ്ങനെ വരുമ്പം അതിൻ്റെ ഇൻറ്റീരിയർ വരുന്ന ആംഗിൾസ് ആണ്. ഇനി നമുക്കതിൻ്റെ എക്സ്റ്റീരിയർ മീൻസ് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, ഇവിടെ ഫോം ഇത് 1, അതേ കണക്ക് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 2 ആണെങ്കിൽ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അതാണ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പം നമ്മുടെ ഇവിടെ ഫോം ചെയ്ത 2 ഇൻറ്റീരിയർ ആംഗിളാണ്. ഫസ്റ്റ് ഫോം ചെയ്തത് ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ഇ ആണ്. ആംഗിൾ ഡിയുടെ തൊട്ട് മുകളിൽ വരുന്നത് അതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ. അതായത് ആംഗിൾ ഡിയുടെ എക്സ്റ്റീരിയർ ആംഗിളാണ് ആംഗിൾ എ. അപ്പോൾ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു
ആംഗിൾ ഇ എന്ന് പറയുമ്പം ഡിയുടെ എക്സ്റ്റീരിയർ ആയിട്ട് വരുന്നത് എയും ഇയുടെ എക്സ്റ്റീരിയർ ആയിട്ട് വരുന്ന എച്ചും ആണ്. അപ്പം നമുക്കിവിടെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എച്ച് ആയിട്ട് എടുക്കാം. ഇനി അതേ രീതിയിൽ നമ്മൾ തിരിച്ചെടുക്കപ്പോഴും ആംഗിൾ സിയുടെ എക്സ്റ്റീരിയർ ആയിട്ട് വരുന്നത് ബിയും അതേ കണക്ക് ആംഗിൾ എഫിന് എക്സ്റ്റീരിയർ ആണ് ജി. അപ്പം നമുക്ക് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ജി ആയിട്ട് എടുക്കാം. ഇതാണ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. ഇനി അടുത്ത നാലാമത് നോക്കാനുള്ളത് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അത് നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് വരച്ച് ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്യപ്പോഴും ഈ രണ്ട് പാരലൽ സൈഡ്സിന് ഇൻറ്റീരിയർ ആയിട്ട് വരണം. അതായത് ഇതേ കണക്കൊരു സി ഷേപ്പ് വരണം. ഇതേ ഫോമിൽ നമുക്കൊരു സി ഷേപ്പ് രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇൻറ്റീരിയർ ഫോം ചെയ്യുന്ന ഈ ആംഗിൾസ് ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അത് രണ്ടെണ്ണം വരും. ഇപ്പുറത്തെ സൈഡും ഇതേ കണക്കൊരു സി ഷേപ്പ് വരും. അപ്പം ഇവിടെ എക്സ് ഇത് വൈ ഇത് പി ഇത് ക്യൂ ആണെങ്കിൽ എക്സും വൈയും അതേ കണക്ക് പിയും ക്യൂവും ഈ രണ്ട് ആംഗിൾസാണ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ഈക്വൽ അല്ല, ആ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആ രണ്ട് പെയർസ് എന്ത് ഫോം ചെയ്യണം, ഒരു സപ്ലിമെൻ്ററി പെയർ ഫോം ചെയ്യും. അതായത് സം എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പം നമ്മുടെ ഫിഗർ അനുസരിച്ചിട്ട് ഇവിടെ രണ്ട് പാരലൽ സൈഡ്സിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് വരുന്ന ആംഗിൾസാണ് ആംഗിൾ ഡി ആൻഡ് ആംഗിൾ എഫ്. അപ്പോൾ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എഫ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എടുക്കാം 180 ഡിഗ്രി. അതേ രീതിയിൽ നമുക്ക് ഒരു പെയറും കൂടെ കിട്ടും, ആംഗിൾ സിയും ആംഗിൾ ഇയും. അപ്പോൾ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പം ഇത്രയാണ് നമ്മുടെ പാരലൽ ലൈൻസ് ഇൻ ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് നമ്മുടെ ആ ലൈൻസ് ആൻഡ് ആംഗിൾസിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ഞാൻ അടുത്തത് എക്സസൈസ് പ്രോബ്ലംസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.